പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയമുണ്ടല്ലോ, അതിൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് കട്ടയ്ക്ക് നിന്നൊരാളാണ് ഷാഫി പറമ്പിൽ. വടകരയിൽ അദ്ദേഹം അതിനുശേഷം എത്തി. അദ്ദേഹത്തിന് DYFIയുടെ എതിർപ്പ് നേരിടേണ്ടി വന്നു. വടകരയിലെ ഭാവി, അതിനേക്കാൾ വലിയ ഭാവിയൊക്കെ രാഷ്ട്രീയത്തിൽ പലരും കൽപ്പിച്ച ഒരാളാണ് ഷാഫി. വേണമെങ്കിൽ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായിട്ടുമൊക്കെ പറഞ്ഞിരുന്ന ആളുകളുമൊക്കെ ഉണ്ട്. ഈ മാങ്കൂട്ടവുമായിട്ടുള്ള ഈ കോമ്പിനേഷനിൽ വന്ന ഈ ഇപ്പോഴത്തെ ദുരിതം ഇത് ഷാഫിയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമോ? യഥാർത്ഥത്തിൽ എൻ്റെ ഒരു തോന്നൽ ഇതിൽ ഈ സംഭവം കൊണ്ട് നഷ്ടപ്പെട്ടത് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്വഭാവവിശേഷം നമ്മുടെ ഈ കുട്ടികൾ പറഞ്ഞതറിഞ്ഞ കേസ് വന്നില്ല, ഡോക്ടർമാർ പരിശോധന നടത്തിയിട്ടില്ല, തെളിവുകളില്ല എന്നൊക്കെ പറയുമ്പോഴും മനുഷ്യൻ്റെ അനുഭവമാണല്ലോ ഏറ്റവും വലിയ സാക്ഷ്യം. അതുകൊണ്ട് കുട്ടികൾ ഈ ധാരാളം പേരുടെ പരാതികൾ, 20 പരാതികൾ AICC കിട്ടിയെന്ന് പറയുന്നു, 14 എണ്ണം KPCC കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഈ 14 ഹർജി എന്ന് പറയുന്ന പോലെ ഹർജി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീ പീഡനമാണ് ആദ്യം വന്നതെങ്കിൽ ഇവൻ്റെ സാമ്പത്തിക തട്ടിപ്പുകൾ വേറെ വരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇവനൊരു ഒരു ബോൺ ക്രിമിനൽ, ഇത്രയും കാലം ഡിസ്ഗൈസ്ഡ് ആയിട്ട് ഇങ്ങനെ. ഈ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, സാറ് കണ്ടിട്ടുണ്ടാവും. അത് ഒരു കോളേജിനെ ആകെ ഞെട്ടിച്ചുകൊണ്ട് മഹാബുദ്ധിജീവിയായിട്ട് ഒരുത്തൻ അവതരിക്കുകയാണ്. അവനാണ് അവിടുത്തെ എല്ലാം, അവനായിരുന്നു അവിടുത്തെ ഹീറോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുന്നത്. ഇവൻ നോർമലല്ല എന്നും ഇവൻ സിക്കാണെന്നും ഇവന് മാനസികവും ശാരീരികവുമായ ദൗർബല്യങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് ഏറ്റവും പരിഹാസ്യനായി അപഹാസ്യനായി കോളേജിൽ നിന്ന് പുറത്താങ്ങി പോകുന്ന ഷാഫി പറമ്പിലിന്റെ തണ്ണീർമത്തൻ ദിനങ്ങളാണെന്നോ? എങ്ങനെ ഞാൻ പറയുന്നത്, ഇവർക്കൊക്കെ നഷ്ടപ്പെടുന്നു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഏറ്റവും ആദ്യത്തെ നഷ്ടം പരിഹരിക്കാൻ ഇനിയും ഉള്ള വലിയ ഭഗീരഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഈ ഇഷ്യൂ കൊണ്ടുള്ള ഏറ്റവും ആദ്യത്തെ നഷ്ടം VD സതീശന് തന്നെയാണ്. കാരണം കടുത്ത ഭരണവിരുദ്ധ തരംഗം കൊണ്ട് UDF പാട്ടും പാടി അധികാരത്തിൽ വരുമെന്ന അവസ്ഥയുടെ വക്കത്തെത്തി നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നിർഭാഗ്യം ആരെയൊക്കെയോ വലിയ തോതിൽ വേട്ടയാടുന്നുണ്ട്. മാത്രമല്ല, ഒരു മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് 4-5 പേരുകൾ കോൺഗ്രസിൽ നിന്ന് കേട്ടിരുന്ന ഒരു കൊല്ലം മുമ്പുള്ള രാഷ്ട്രീയം പതുക്കെ മാറിമറിയുകയും ഒട്ടേറെ അനുഭവങ്ങളിലൂടെ ഈ മത്സരത്തിലെ എതിരാളികളെ, കോൺഗ്രസിനകത്തെ എതിരാളികളെ മുഴുവൻ നിഷ്പ്രഭരാക്കിക്കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തുകയും ചെയ്ത ഒരാളാണ് VD സതീശൻ. വളരെ സമർത്ഥൻ. ഇതിൽ വലിയ ഇതുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് KC വേണുഗോപാലല്ലേ ആണ്. ഉണ്ടല്ലോ, അതുണ്ട്. പക്ഷെ KC വേണുഗോപാൽ വിചാരിച്ചാൽ പോലും ഇനി VD സതീശനെ താഴോട്ട് അങ്ങനെയല്ല, KC വേണുഗോപാലായിരിക്കില്ലേ മുഖ്യമന്ത്രി? യാതൊരു സാധ്യതയില്ല സാർ. ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയേറെ ഈ ജനങ്ങളിലേക്ക് ഒരു മുഖ്യമന്ത്രിയുടെ ഇമേജ് എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ പ്രശ്നം കാരണം UDFന് അധികാരം നഷ്ടപ്പെട്ടേക്കാം, സാധ്യതയില്ലെന്നാണ്. ഇത്തവണ സാധ്യതയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. തീർച്ചയായിട്ടും ഭയപ്പെടുക മീൻസ് അങ്ങനെ ഊഹിക്കാനേ വഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇത്തവണ കോൺഗ്രസ് വന്നാൽ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുന്ന ആദ്യത്തെ ആൾ VD സതീശനാണ്. ഇത്തവണ UDF വന്നില്ലെങ്കിൽ VD സതീശന്റെ മുഖ്യമന്ത്രി മോഹം തന്നെ അപ്രാപ്യമായ ഒന്നായി തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. 2, ഇത് VD സതീശന്റെ നഷ്ടം. രണ്ടാമത്, VD സതീശന്റെ തൊട്ടു പിന്നാലെ VD സതീശന്റെ കൂടി ആശീർവാദത്തോടു കൂടി വളർന്നു വന്ന ഈ 2ാം നിരയുടെ ആചാര്യനാണ് ഷാഫി പറമ്പിൽ. VD സതീശൻ ഇനി ഏതെങ്കിലും ഒരു കുത്തക സ്ഥാനത്ത് വന്നാൽ തന്നെ, മീൻസ് പ്രധാനപ്പെട്ട ഒരു കുഞ്ചിക സ്ഥാനത്ത് വന്ന് ചേർന്നാൽ തന്നെ ഭരണകൂടം മുഴുവനും ഈ ടീമിൻ്റെ കയ്യിൽ വരുമായിരുന്നു. ഒരു വലിയ യുവനിര, അവർ വലിയ പ്രതീക്ഷയോടെ വന്നാണ് സാർ. ആർക്കും എതിരഭിപ്രായം ഇല്ലാത്തൊരു ടീമാണ്. ഷാഫി പറമ്പിലിൻ്റെ ഇമേജ് കൂടുന്നു, ഗ്ലാമർ കൂടുന്നു. ഈ പാലക്കാട്ട് നിന്ന് പോയി വടകരയിൽ മത്സരിച്ചിട്ട് വലിയ ഗ്ലാമർ നേടിയെടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിച്ചതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ആർക്കായിരുന്നു? ഷാഫി പറമ്പിലായിരുന്നു. ഷാഫി പറമ്പിലിൻ്റെ ഗ്രൂപ്പിൽ, ആ ടീമിൽ എത്ര പേര് വന്നു നോക്കൂ. ഒന്നും ചില്ലറക്കാരല്ല. ആ ടീം മുഴുവൻ നിഷ്പ്രഭരായി. ഷാഫി പറമ്പിലിൻ്റെ രക്ഷക്കോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രക്ഷക്കോ നിങ്ങൾ ശ്രദ്ധിച്ചോ? 1ാം നിരയിൽ പലരും എതിരായിട്ടും അനുകൂലമായിട്ടും ഒക്കെ പറഞ്ഞു നോക്കി. പക്ഷെ ഇത്തരം കേസുകളിലൊക്കെ പെടുന്നവരൊക്കെ പിന്നീട് ഭൂരിപക്ഷം കൂടി ജയിച്ച ചരിത്രമൊക്കെ ഉണ്ട്. ലോഹിതദാസൻ നാടാര് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അത് ആ ചിത്രമല്ല സ്ഥലത്തിൽ.
ഒന്നാമത്തേത് നമ്മുടെ പെൺമനസ്സും നമ്മുടെ പെൺകുട്ടികളും ഒക്കെ പഴയ പോലെ അല്ല. അവർ കുറെ കൂടി ഇപ്പോൾ ആക്റ്റീവാണ്, വിജിലൻ്റാണ്, അവർ തിരിച്ചറിയുന്നുണ്ട്, അവർ പ്രതികരിക്കാൻ പഠിച്ചു. മാത്രമല്ല അത് വലിയ മാതൃകയല്ലേ. ഇത്തരം ധാരാളം കേസുകൾ അവർ പ്രതികരിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിട്ടുണ്ടല്ലോ, അതിലെത്ര പേര് മൊഴി നൽകാനായിട്ട് വരും? അല്ല, അവരുടെ ഒരു ധാരണ എത്ര പേര് വരും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പക്ഷെ ആ കേസ് എടുത്തതിൻ്റെ പിന്നിൽ ഉള്ള താല്പര്യങ്ങളല്ല ഇവരുടെ താല്പര്യങ്ങൾ. ഇവരുടെ താല്പര്യങ്ങൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുന്ന പണിഷ്മെൻ്റ് എന്താണ്? ഇവനെ ഒരാഴ്ച അറസ്റ്റ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ 1 മാസത്തേക്ക് ജയിലിലിട്ടാൽ മതിയോ? അതല്ലല്ലോ ഇവരുടെ ലക്ഷ്യം. എന്താണോ, ഏത് ക്രൈമാണോ മറച്ചു വെച്ച് ഡിസ്ഗൈസ്ഡ് ആയിട്ട് ഇവൻ വലിയ ഗ്ലാമർ താരമായി നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ സെലിബ്രിറ്റിയുടെ ഗ്ലാമർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവൻ വേട്ടയാടിക്കൊണ്ടേയിരുന്നത് ഈ കുട്ടികളെ. അവനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും അവൻ എക്സ്പോസ്ഡ് ആവുകയും സമൂഹ മധ്യത്തിൽ പുറത്തു വരികയും കോൺഗ്രസ് എന്ന പാർട്ടി ഇത്രയും കാലം അവനെ വളർത്തിക്കൊണ്ടുവന്ന മഹാപാപത്തിന് ശിക്ഷ ഏറ്റുവാങ്ങി അപമാനഭരിതരായി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ കൊടുത്ത പണിഷ്മെൻറ്റ്. അതിനുശേഷം ഇനി എന്ത് പണിഷ്മെൻറ്റ് കിട്ടിയിട്ടെന്ത് കൊടുത്തിട്ടെന്ത്? ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് പറയാറുണ്ട്. കോഴിക്കോട് ഐസ്ക്രീം കേസിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ദുഷ്പേര് മുഴുവൻ വാങ്ങിയത് കോടതിയെ വിലക്ക് വാങ്ങാനും അട്ടിമറിക്കാനും ശ്രമിച്ചപ്പോഴാണ്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ എന്താ ഉണ്ടായത്? ഓരോരോ മാസം തോറും ഏതെങ്കിലും കോണിൽ നിന്നൊക്കെ ഐസ്ക്രീം എന്നങ്ങനെ നിലവിളി ഉയർന്നു വരും. നിരന്തരമായ പണിഷ്മെൻറ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. സമൂഹത്തെ പറ്റിക്കാനും സമൂഹത്തിൻ്റെ മുമ്പിൽ മറച്ചു പിടിക്കാനുമുള്ള ഈ തട്ടിപ്പുകളൊക്കെ ഇവർ നടത്തുന്നത്. കേരളം പോലുള്ള ഒരു സദാചാര നിഷ്ഠയുടെ ഒരു നാട്ടിൽ ഇവർ ഒളിച്ചു വെക്കാനാണല്ലോ ശ്രമിക്കുന്നത്. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റ് എന്താണ്? ഷാഫി പാലക്കാട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ജയിക്കാൻ പ്രയാസമുണ്ടെന്നാണോ? ഇനി പ്രയാസം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഷാഫിയെ കൂടി ആളുകൾ സംശയിക്കുന്നു. ഇനി മാത്രമല്ല, ഇപ്പോൾ ഇതുവരെ വലിയ പരാതികളൊന്നും വന്നിട്ടില്ലാത്ത, ഇത്തരം പരാതികൾ വന്നിട്ടില്ലാത്ത അഴിമതി ആരോപണങ്ങളൊക്കെ വന്നെങ്കിലും മാത്യു കുഴൽനാടൻ പോലുള്ള, നമ്മുടെ ശബരിനാഥനെ പോലുള്ള, എം ലിജുവിനെ പോലുള്ള, PC വിഷ്ണുനാഥിനെ പോലുള്ള ആ ടീമിലെ ആരെക്കുറിച്ചും ഇനിയിപ്പോൾ വിശ്വാസത്തിലെടുത്തോണമെന്നില്ല. പക്ഷേ അപ്പോഴും അവർ കരുതലോടെയാണ് നീങ്ങിയത്. അവർ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പോയില്ല. പാർട്ടിയോട് ചോദിക്കൂ, പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞ് നിർത്തി. പക്ഷേ ഷാഫിക്ക് ആ നിലപാടെടുക്കാമായിരുന്നു. വേണമെങ്കിൽ ഷാഫി പ്രതികരിച്ചു. ഷാഫി ഇവനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഈ ഒരു ഞാണിന്മേൽ കളി പോലെ കോൺഗ്രസിനെ വെള്ളപൂശുമ്പോഴും അവസാനം വരെ ശ്രമിച്ചില്ലേ? അവസാനം വരെ ഷാഫി ശ്രമിച്ചത് നമ്മൾ കണ്ടതല്ലേ? അപ്പം അദ്ദേഹം ഇപ്പം അന്ന് ബീഹാറിൽ പോയേ തീരൂ എന്ന് ഉള്ളത് അന്ന് തന്നെ പോകണമെന്നില്ലല്ലോ. പരമാവധി ശ്രമിച്ചതാണ് നടപടി എടുക്കാതിരിക്കാൻ. എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പാർട്ടി നിലപാടിനെ ന്യായീകരിക്കാൻ നടക്കുന്നു എന്നേ ഉള്ളൂ. ഷാഫിക്ക് ഇതിൽ വലിയ നഷ്ടമുണ്ടാവും. ഷാഫിക്ക് തിരിച്ച് വടകരയിൽ ചെന്നാൽ, ഇപ്പോഴത്തെ എൻ്റെ ഒരു ധാരണ പ്രകാരം വടകരയിൽ നിന്ന് ഇനി ജയിക്കാൻ പ്രയാസം ഉണ്ടാവും. കാരണം ഈ ഇത്ര കളങ്കമുള്ള ഒരു പേര്, ഇത്രയേറെ ഈ മാനക്കേട് ഉണ്ടാക്കിയ, ജയിക്കാൻ പ്രയാസമുണ്ട് എന്ന് ഹൈക്കമാൻഡിന് തോന്നുകയാണെങ്കിൽ സീറ്റ് കൊടുക്കില്ല. തീർച്ചയായിട്ടും അതുകൂടി വേണം നമുക്ക് കണക്കൂട്ടാൻ. ജയിക്കാൻ വേണ്ടി മാത്രമാണ് ഷാഫിക്ക് 2 കാരണം കൊടുത്തിട്ടാണ് ഷാഫിയെ കൊണ്ടുപോയത്. 2 കാരണങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ അവർ കമ്മ്യൂണൽ ബാലൻസ് നല്ലോണം നോക്കാറുണ്ട്. മുസ്ലിം പ്രാതിനിധ്യം ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മുസൽമാനുമായി യൂത്തിന് പ്രാതിനിധ്യം കൊടുക്കാനും പറ്റി. പ്ലസ് വിജയ സാധ്യതയുണ്ടെന്ന് കണ്ടു. ആ കണക്കൊക്കെ വളരെ ശരിയായിരുന്നു കേട്ടോ. AICCയുടെ ആ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലിസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു. അവരുടെ കാൽക്കുലേഷൻ മുഴുവൻ ശരിയാണ്. സുരേഷ് ഗോപി മാത്രമല്ലേ തെറ്റിയിട്ടുള്ളൂ, ബാക്കി എന്താ കറക്റ്റായിരുന്നു അത്. അപ്പോൾ ആ കണക്ക് ഇനിയും അവർ കൂട്ടും. അങ്ങനെ കൂട്ടുമ്പോൾ ഷാഫിയെ വീണ്ടും ഒരിക്കൽ കൂടി സീറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റിന് പാലക്കാട്ട് മത്സരിച്ചാൽ, സാക്ഷാൽ ഷാഫി തന്നെ വന്ന് നിന്ന് മത്സരിച്ചാലും തോൽക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണോ ഷാഫിക്ക് ഇന്നലെ ക്ഷോഭം ഉണ്ടായത്? ഷാഫി സാധാരണ അങ്ങനെ പെരുമാറുന്ന ഒരാളല്ലല്ലോ. പിടിവിട്ട മട്ടാണ് ഷാഫിക്ക്. അത് മാത്രമല്ല, ഷാഫിയൊക്കെ ഇപ്പോൾ ഈ രാഹുലിന് വന്നതുപോലെ തന്നെ ഒരു ചെറിയ കാലയളവിനുള്ളിൽ വലിയ ഗ്ലാമറിലേക്ക് എടുത്തെറിയപ്പെട്ടവരാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അപകടം ഉണ്ടാകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അത്രത്തോളമൊക്കെ ഒരു മൂത്തിട്ട് പഴുത്താൽ മതി ലീഡേഴ്സ്, മുക്കാതെ പഴുത്തതിൻ്റെ അപകടമുണ്ട്. അതുകൊണ്ട് ഷാഫി ഇല്ലാതെ പോകുന്നു. എനിക്കൊന്ന് കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇടിഞ്ഞുപോയ ഇമേജിലൂടെ തകർന്നു പോകുന്ന 2 ഭാവി സാധ്യതയുള്ളത്, ഒന്ന് ഷാഫി പറമ്പിലാണ്, മറ്റൊന്ന് സാക്ഷാൽ VD സതീശന് തന്നെയാണ്. പക്ഷേ VD സതീശൻ അപ്പോഴും പോസിറ്റീവായൊരു കാര്യം ചെയ്തത്, കോൺഗ്രസിനകത്ത് ഒരു
ഒരു ഏകഛത്രാധിപതിയെ പോലെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ലീഡറുടെ കുറവ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നു എന്നതാണ്. ഒരു പക്ഷേ അതിന് എന്ത് വില കൊടുക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് പാർട്ടി. പൊട്ടാത്ത ബോംബിന്റെ കാര്യത്തിൽ സതീശന് രാഹുൽ ഗാന്ധി മാതൃകയാണ്. തീർച്ചയായിട്ടും ആവാം. എന്തായാലും നമുക്ക് സമയമുണ്ടല്ലോ കാണാൻ. ഏതായാലും ഈ വിഷയം നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റിയ വിഷയമാവില്ല. പക്ഷെ രാഹുൽ ഗാന്ധി അദ്ദേഹം എനിക്ക് തോന്നുന്നു സതീശൻ ഇനിയുള്ള കാലത്ത് ഈ ഇഷ്യൂവിലോട് കൂടിയിട്ട് സതീശൻ്റെ എതിരാളികളില്ലാതായി. അതോടുകൂടി സതീശനും ഇല്ലാതാവുമോ എന്ന് നോക്കിയാൽ മതി. എതിരാളികളില്ലാത്ത ഒരു സതീശൻ ഇപ്പോൾ KPCCയുടെ കോൺഗ്രസ്സിലെ, കേരള കോൺഗ്രസ്സിലെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ്. പോകേണ്ടവരൊക്കെ പോയി. ശശി തരൂരിന് കോൺഗ്രസ്സിൽ ഇപ്പോൾ ആർക്കും വേണ്ടാത്ത അവസ്ഥ വന്നു. K. സുധാകരനെ എത്ര പുഷ്പം പോലെയാണ് അദ്ദേഹം ഒതുക്കിയത് നോക്കണം. K. മുരളീധരൻ ഈ ഇഷ്യൂവിൽ ഇടപെട്ട് വഷളായി. ഇനി K. മുരളീധരന് വോയിസ് ഇല്ലാതെ പോയി. ഇപ്പോൾ ആലോചിക്കുന്നത് തിരിച്ച് VM സുധീരനെ പോലുള്ള പഴയ താപ്പാനുകളെ തിരിച്ചു കൊണ്ടുവരാനാണ് അത്ര ശ്രമിക്കുന്നത്. അത് ആർക്ക് വേണ്ടി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എവിടെ നിന്നാണ് ആലോചന വരുന്നത് എന്നും പ്രസക്തമാണ്. KC വേണുഗോപാൽ AICCയുടെ അഡ്വൈസർ ആയിരിക്കുന്നത്, കേരളത്തിൽ നിന്നുള്ള അഡ്വൈസർ ആയിരിക്കുമ്പോൾ ഇതൊക്കെ സംശയാസ്പദമായ ചോദ്യങ്ങളാണ്. എന്തായാലും നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.